വെറും 1610 രൂപയ്ക്ക് റാന്നിയിൽ നിന്നും മൂന്നാർ കാണുവാൻ വേണ്ടി 2 ദിവസത്തെ പ്രോഗ്രാമിൽ KSRTC ടൂർ പാക്കേജ് ഫ്രണ്ട്ലി ബഡ്ജറ്റിൽ ഒരുക്കുകയുണ്ടായി. ആ യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും കണ്ട സ്ഥലങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കണ്ട സ്ഥലങ്ങളുടെ പ്രമോയും വീഡിയോയും കണ്ടു നോക്കാം. 1-ാം ദിവസം ഭൂതത്താൻകെട്ട് അണക്കെട്ട്. ഇതൊരു വലിയ അണക്കെട്ടാണ്. ഇഞ്ചത്തൊട്ടി തൂക്കുപാലം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലം ഇതാണ്. ബോട്ടിങ്, വീതി കുറഞ്ഞ വഴികളിലൂടെ ഉള്ള സാഹസികമായ യാത്ര. മാണിക്കക്കല്ല് എന്ന സിനിമ ഷൂട്ട് ചെയ്ത ഗവൺമെൻറ് ഹൈസ്കൂൾ മാമലക്കണ്ടം. കാട്ടാന സ്ഥിരമായി വെള്ളം കുടിക്കുന്ന ആനക്കുളം. 22 കിലോമീറ്റർ ചുറ്റളവിൽ നീണ്ടുകിടക്കുന്ന ലക്ഷ്മി എന്ന ടീ എസ്റ്റേറ്റ്. സഞ്ചാരികൾക്ക് ഹരം പിടിപ്പിക്കുന്ന മനോഹരമായ ഭൂപ്രകൃതിയുള്ളതും വീതി കുറഞ്ഞതും എസ് വളവുകളുള്ളതുമായ റോഡുകളിലൂടെയുള്ള സാഹസികമായ യാത്ര. ഒന്നാം ദിവസത്തെ യാത്രയ്ക്ക് ശേഷം രാത്രിയിൽ KSRTC ബസ്സുകൾ സ്ലീപ്പർ ബസ്സുകളാക്കി കൺവേർട്ട് ചെയ്ത സ്ലീപ്പർ ബസ്സിലുള്ള അന്തിയുറക്കം. 2-ാം ദിവസം പ്രഭാതത്തിൽ മൂന്നാറിൻ്റെ മനോഹാരിതയെ കവർന്നെടുക്കുന്ന ഫോട്ടോഷൂട്ട് ലൊക്കേഷൻ. അതിനുശേഷം നല്ലൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ കാണാൻ കഴിയും. പിന്നീട് ടോപ്പ് സ്റ്റേഷൻ കണ്ട ശേഷം കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുത്ത ശേഷം കണ്ണൻദേവൻ തേയില ഫാക്ടറിയും കണ്ട ശേഷം മടക്കയാത്ര. നമ്മൾ അടിമാലി കോതമംഗലം റൂട്ടില് ഒരു ചീയപ്പാറ വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടോ? അതിന്റെ മേൽഭാഗത്തെ കമ്പനിയും വഴിയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നമ്മള് ഇരുമ്പുപാലത്ത് ഇറങ്ങും. അതിനുശേഷം അടിമാലി റൂട്ടിൽ 5 കിലോമീറ്റർ ഹൈവേയിൽ കൂടി ഓടിയിട്ട് മെച്ചിപ്ലാവ് പള്ളിയുടെ അവിടുന്ന് ലെഫ്റ്റ് കയറി കൊരങ്ങാട്ടി മല കയറി പീച്ചാട്ട് വാട്ടർഫാൾസ്, മാങ്കുളം, ആനക്കുളം. മാങ്കുളം കഴിഞ്ഞ പെരുമ്പുമിത്തിലാണ് നമ്മൾ ഉച്ചഭക്ഷണം. നമ്മളിത് പോകുന്ന സമയം ഒരു 3 മണിക്കാവും. അതിനുശേഷം നമ്മൾ ആനക്കുളത്ത് ആനേനെയൊക്കെ കണ്ട് 10-20 ആനേനെയൊക്കെ കണ്ടിട്ട് തിരികെ പോരും. തിരികെ വന്നിട്ട് നേരെ വിരിയപാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടുന്ന് നേരെ മൂന്നാറിലേക്കാണ്. മൂന്നാറിലേക്ക് പോകുന്ന ലക്ഷ്മി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു തേയിലത്തോട്ടമുണ്ട്. ഏതാണ്ട് ഒരു 22 കിലോമീറ്റർ നീളത്തിൽ കിടക്കുന്ന വളരെ വീതി കുറഞ്ഞ തേയിലത്തോട്ടമാണ്. അതിമനോഹരമായ തേയിലത്തോട്ടം. അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ എത്തി ഒരു 7 മണിയാകുമ്പോഴത്തേന് മൂന്നാർ ചെല്ലും. അപ്പൊ നമ്മളിങ്ങനെ വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഉല്ലാസയാത്ര, ആനവണ്ടിയിലെ ഉല്ലാസയാത്രയാണ്. അപ്പൊ രാത്രി പോകുന്ന ചില ക്ഷീണമൊക്കെ ഉണ്ട്. അത് കാട്ടുകൂടുമല്ല. കാട്ടുകൂടിലെ പിക്ചറാണ് അല്ലേ? അപ്പൊ എന്റെ പേര് സുബൈർ. എന്റെ വീട് കോതമംഗലത്താണ്. കോതമംഗലത്തെ ഡ്രൈവറാണ്. അപ്പൊ നിങ്ങൾ വഴി കാണിക്കാൻ വേണ്ടി 3 വണ്ടിക്കും വഴി കാണിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കോതമംഗലം മർത്തോമ ചെറിയ പള്ളിയുടെ പിൽഗ്രീം സെൻറ്റർ കോമ്പൗണ്ടിലാണ് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരുന്നത്. ഞങ്ങളോടൊപ്പം ഉല്ലാസയാത്രയ്ക്ക് കിളിമാനൂർ, കാട്ടാക്കട എന്നീ പ്രദേശങ്ങളിലെ 2 വണ്ടികൾ കൂടി. പത്തനംതിട്ട ജില്ലയിലെ റാന്നി എന്ന് പറയുന്ന പ്രകൃതി മനോഹരമായ നാട്ടിൽ നിന്നും രാവിലെ ഈ ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞ പേര് വന്നത് ഇവിടെ തൊട്ട് താഴെ ഭൂതം കെട്ടിയ ഒരു ഡാമുണ്ട് എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് അതിന് ഭൂതത്താൻകെട്ട് എന്ന് പറഞ്ഞത്. പെരിയാറിലാണ് ഈ ഡാം കെട്ടിയിരിക്കുന്നത്. നമുക്ക് പുതിയൊരു പാലമാണ്, ഇടമലയാറിനുള്ള പാലത്തിന്റെ സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ വലത് സൈഡിൽ കാണുന്നതാണ് ഭൂതത്താൻകെട്ട് ഡാം.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ്. ഈ തൂക്കുപാലത്തിന് മധ്യഭാഗത്ത് വരുമ്പോൾ നല്ല വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട്. ഒരേ സമയത്ത് 40 പേർക്ക് മാത്രമേ ഈ തൂക്കുപാലത്തിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. ഇവിടെ ഇടമലയാറും പുയംകുട്ടി പുഴയും സംഗമിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഇത്. ഇവിടെ ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. കാരണം ഇടുങ്ങിയ വഴികളിൽ കൂടെ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ഒരു വണ്ടി കൂടെ വരാൻ, ഒരു കോർഡിനേറ്റർ വരാനുണ്ടായിരുന്നു. അതിനുവേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ ഈ നദിയിലിറങ്ങി ഞങ്ങൾ കാല് കഴുകുകയും അതിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്തു.
യാത്രക്കാരെ ഇറക്കിയ ശേഷം വാഹനം മറുകരയിൽ എത്തിച്ചിട്ടാണ് യാത്ര തുടർന്നത്. വീതി കുറഞ്ഞ എസ് വളവുകളുള്ള ഈ റോഡ് വഴി ഇത്ര കഷ്ടപ്പെട്ട് വാഹനം ഓടിച്ച 3 ഡ്രൈവർമാർക്കും അഭിനന്ദനങ്ങൾ നേരുന്നു. പൃഥ്വിരാജിൻ്റെ സിനിമയായ മാണിക്കക്കല്ല് എന്ന സിനിമ ഷൂട്ട് ചെയ്ത സ്കൂളാണിത്. മാമലക്കണ്ടം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൈഡ് വെള്ളച്ചാട്ടം ചെറിയ സ്കൂളാണ്, ഹൈസ്കൂളാണ് എറണാകുളം ജില്ലയിൽ സ്ഥിതി ജീപ്പ് സവാരി നടത്തുന്നതിന് ഓഫ് റോഡ് സവാരി നടത്തുന്നതിനുള്ള റേറ്റാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഉല്ലാസയാത്ര ഒന്ന് ഓർമ്മയില്ലേ കുഞ്ഞോളം തുള്ളി വന്നൊരഴക എൻ മുൻപിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങും ഒരു മൺവീണയാണെന്റെ മാനസം, എന്നിൽ പൂവണിഞ്ഞ മൃദു സല്ലാപമല്ലോ നിൻ സ്വരം, എന്നിട്ടും നീ
എന്നോടിന്നും മിണ്ടാത്തത് എന്താണ്? പൊന്നാമ്പൽ തുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ കുഞ്ഞു? സൂര്യനുദിച്ചു വന്നേ താരികം താരാരോ, നേരം പുലർന്നു പോയേ താരികം താരാരോ. KSRT ഒരുക്കുന്ന ഈ യാത്രയിൽ അവരവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട്. അതിനുവേണ്ടി മൈക്ക് സെറ്റ്, മൈക്രോഫോൺ എന്നിവ ഈ വാഹനത്തിൽ കരുതിയിട്ടുണ്ട്. ഉച്ചഭക്ഷണം ഇവിടെയാണ് ക്രമീകരിച്ചിരുന്നത്. നല്ല ഭക്ഷണമായിരുന്നു. ആനക്കുളത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ആന വെള്ളം കുടിക്കുന്നത് കാണാൻ. കാട്ടാനകൾ കൂട്ടമായി ഉപ്പുരസമുള്ള വെള്ളം കുടിക്കാൻ ഈ സ്ഥലത്ത് എത്താറുണ്ട്. എല്ലാ ദിവസവും നമുക്കതിനെ കാണാൻ കഴിയും. യാദൃച്ഛികമായിട്ട് ഇന്ന ദിവസം ആന എത്തിയില്ല. ആനയെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് എല്ലാവരും. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് ആന എത്തിയില്ല. ആയതുകൊണ്ട് ഞങ്ങൾ 4:30-ക്ക് ശേഷം അവിടുന്ന് സ്ഥലം വിടുകയാണ്. ഞങ്ങളുടെ വാഹനം മനോഹരമായ ടീ എസ്റ്റേറ്റിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. കോട നിറഞ്ഞ മഞ്ഞും ചെറിയ മൊട്ടക്കുന്നുകളും തേയില കുന്നുകളും ഇടയിൽ കൂടി വാഹനം പോകുന്ന കാഴ്ച അതിമനോഹരമാണ്. ലക്ഷ്മി എന്നാണ് ഈ എസ്റ്റേറ്റിൻ്റെ പേര്. 22 കിലോമീറ്റർ നീളമുണ്ട് ഈ എസ്റ്റേറ്റിനകത്തോടുള്ള റോഡിന്. ഇത് മൂന്നാറിൽ ചെന്ന് അവസാനിക്കും. അവിടെയാണ് ഇന്നത്തെ നൈറ്റ് സ്റ്റേ.
ഇത് തേയില നുള്ളുന്നവർ താമസിക്കുന്ന ലയങ്ങളാണ്. ഓരോ എസ്റ്റേറ്റിലും ധാരാളം ലയങ്ങളുണ്ടാവും. അങ്ങനെ ഞങ്ങൾ മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെയാണ് രാത്രിയിലെ സ്റ്റേ. പഴയ ബസ്സുകൾ കൺവേർട്ടഡ് ചെയ്ത സ്ലീപ്പർ ബസ്സുകളാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നൈറ്റിൽ സ്റ്റേ ചെയ്യുന്നത്. ഒരു ബസ്സിൽ 8 പേർക്ക് കിടക്കാനുള്ള സ്ലീപ്പിംഗ് സൗകര്യം സ്ലീപ്പർ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ എല്ലാ യാത്രക്കാർക്കും വിവിധ ബസ്സുകളിലായിട്ട് ക്രമീകരിച്ച് തന്നു. ബ്ലാങ്കറ്റുണ്ട്, പില്ലോയുണ്ട്, ബെഡ്ഷീറ്റുണ്ട്. അടിയിൽ ലഗേജുണ്ട്. ലഗേജ് സൂക്ഷിക്കാനുള്ള 2 ബോക്സ് ഉണ്ട്. AC ആണ്. മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പവർ പ്ലഗ് ഉണ്ട്. ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സിംഗ് റൂം. അത്യാവശ്യം ഇരുന്ന് സംസാരിക്കാൻ 2-3 ചെയറും ഒരു ടേബിൾ ഫാനും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഡ്രിങ്കിങ് വാട്ടർ പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. വലിയതും വൃത്തിയുള്ളതുമായ ഒരു ബാത്റൂം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സെപ്പറേറ്റ് സെക്ഷനാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും വെള്ളമൊക്കെ കിട്ടും. വൃത്തിയുള്ളതാണ്. സാധാരണ KSRTCയുടെ കാണുന്ന പോലുള്ള ബാത്റൂം അല്ല, വൃത്തിയുള്ളതാണ്. ഇത് അഡ്വാൻസായിട്ട് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമ്പറാണിത്. 220 രൂപയാണ് പെർ ഡേ. അഡ്വാൻസായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. മൂന്നാറിൽ കാണാനുള്ള പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനുകളുടെ പേരാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇത്രയും സ്ഥലങ്ങൾ മൂന്നാറിൽ കാണാനുണ്ട്. ഈ ഉല്ലാസയാത്രയുടെ കോർഡിനേറ്റർ ജോജി സാറാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വിളിക്കേണ്ടവർക്ക് വിളിക്കാം. റാന്നിയിൽ നിന്ന് പുറപ്പെടുന്ന ഉല്ലാസയാത്രകൾ ബുക്ക് ചെയ്യുന്നതിന് സാറുമായി ബന്ധപ്പെടുക. സന്തോഷ് സാറായിരുന്നു ഈ യാത്രയുടെ ഡ്രൈവർ. 2-ാം ദിവസത്തെ കാഴ്ചകൾ തുടർന്നുള്ള വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.